നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഒരു പുതിയ പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്താം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഹ്യൂസ്റ്റണിലെ കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങി. OS ഹൈ പോയിൻ്റ് മസാജ് ചെയർ. ഒസാക്കി എന്ന് പറയുന്ന കമ്പനിയുടെ മസാജ് ചെയറാണ്. സിമിക്ക് മസാജ് ചെയ്യാനൊരു ചെയർ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു സാധാരണ മോഡലൊക്കെ നോക്കി വെച്ചു. പക്ഷേ കടയിൽ ചെന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ സ്വാഭാവികമായും ചെയ്യുന്ന പോലെ ഷോർട്ട് എൻഡിൽ വാങ്ങാൻ ചെല്ലും, ഹൈ എൻഡിൽ പോയി വാങ്ങുന്ന പോലെ അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം കേട്ടപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്ത ഒരു മസാജ് ചെയറാണ് OS ഹൈ പോയിൻ്റ് 4D ഒസാക്കി എന്ന് പറയുന്ന കമ്പനിയുടെ ചെയർ. ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആ പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിംഗ് ആണ് ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇത് ഹെവിയാണ്, ഇത്തിരി ഹെവിയാണ് ഈ സാധനം, പൊക്കാൻ ഇച്ചിരി പാടാണ്. കിട്ടി. ഇത് ഫുഡ് മസാജിങ് സെക്ഷനാണ് ഇപ്പോൾ ഞാൻ മാറ്റി വെച്ചത്. ഇതിൻ്റെ ബോക്സ് മുകളിലും താഴെയും കട്ടിയിട്ട് ഇങ്ങനെ സ്ലീവ് പോലെ ഒക്കെ എടുത്തു. കുറച്ച് ചെറിയ ഒരു അസംബ്ലി നമുക്കുണ്ട്. മെയിൻ ബോഡി പാർട്ട് അവർ അസംബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കാം എങ്ങനെ പോകുന്നു കാര്യങ്ങളെന്ന്. നോർമലി ഇത് അവർ വന്ന് അസംബിൾ ചെയ്ത് തരും. അസംബ്ലിങ് ഇൻക്ലൂഡഡ് അല്ല, വിത്ത് അവരുടെ ഫീസ് കൊടുക്കണം. പക്ഷേ എല്ലാ കാര്യങ്ങളും അസംബിൾ ചെയ്യുന്ന സ്ഥിതിക്ക് ഞാനതൊന്ന് ശ്രമിക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ അസംബിൾ ചെയ്യാനുള്ള തുടക്കത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹെവിയാണ്, ആരും സഹായിക്കാനില്ല. അതുകൊണ്ട് തന്നെ ലിഫ്റ്റ് ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊക്കെ ചെറിയ സൂത്രപ്പണികളൊക്കെ ഉപയോഗിച്ച് ലിഫ്റ്റ് ചെയ്ത് മാറ്റി വെച്ചു. ഹെവി ആയിരുന്നു ഈ ബോക്സ്. അതവിടെ നിന്ന് തള്ളിക്കൊണ്ടുവരാനായിട്ട് ഒറ്റയ്ക്കായിരുന്നു. അതും പൈപ്പൊക്കെ ഉപയോഗിച്ച് റോൾ ചെയ്ത് വീടിനകത്ത് എത്തിച്ചു. ലരസി നോക്കാം എങ്ങനെയുണ്ട് ചെയർ. ഡാർക്ക് ബ്രൗൺ കളറാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇവനെ ഇവിടെ നിന്ന് എടുത്തിട്ട് ആക്സസറി ബോക്സ് നോക്കാം. ആക്സസറി ബോക്സിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഹൗ ടു അസംബിൾ ദിസ് വൺ, അതാണ് മെയിനായിട്ടുള്ള ആവശ്യം. ഏത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യണം. ബുക്ക് കിട്ടി. ഈ ബുക്ക് വെച്ചിട്ടാണ് നമ്മൾ അസംബിൾ ചെയ്യാൻ പോകുന്നത്. ഈ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആംറസ്റ്റാണ്. സൈഡിൽ രണ്ടും വയ്ക്കേണ്ട ആംറസ്റ്റ് സെപ്പറേറ്റ് ബോക്സിലാണ് വന്നിരിക്കുന്നത്. ഒത്തിരി തെർമോക്കോളൊക്കെ വെച്ച് വളരെ ഭദ്രമായിട്ടുള്ള പാക്കിംഗ് ആണ് കേട്ടോ. ആംറസ്റ്റ് റൈറ്റ് സൈഡിലെ ആംറസ്റ്റ് കിട്ടി. ഇടയ്ക്കിടയ്ക്ക് ഇൻസ്ട്രക്ഷൻസ് നോക്കിക്കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഏതാണ്, എവിടെയാണ്, എന്താണ്, എങ്ങോട്ട് പോകണമെന്നൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് കൃത്യമായിട്ട് നോക്കി അവരുടെ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചാണ് അസംബ്ലിങ് നടക്കുന്നത്. കുറച്ച് പാർട്ട് മാത്രമേ സ്ക്രൂ ചെയ്യാനുള്ളൂ, ബാക്കി പാർട്ട് പുഷപ്പ് ചെയ്യുന്ന. ഇവിടെയാണ് ഞങ്ങൾ നിൽക്കുന്ന ലൊക്കേഷൻ. ഇങ്ങോട്ട് ഞാനിത് നീക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ക്യാമറയെല്ലാം റീസെറ്റ് ചെയ്യുന്ന സമയത്ത് മൂവിങ് ചെയ്തത് എങ്ങനെയാണെന്ന് കാണിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അവർ പറയുന്നത് ആദ്യം അതിൻ്റെ പുറകിൽ പ്ലഗ് ഉണ്ട്, അതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുക, സോക്കറ്റിലേക്ക് കേബിൾ ഇടുക. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം സ്വിച്ച് ഓഫാണെന്ന് ഉറപ്പ് വരുത്തുക, പിന്നീട് മെയിൻ സ്വിച്ചിൽ കൊടുക്കുക, അതിനുശേഷം സ്വിച്ച് ഓൺ ചെയ്യുക. പിന്നെ റിമോട്ട് കൺട്രോൾ കണക്റ്റ് ചെയ്യണം ഈ വയറിലേക്ക്. അതിൻ്റെ റിമോട്ട് കൺട്രോൾ ഉണ്ട്, റിമോട്ട് ഡിസ്പ്ലേ ഉണ്ട്, അത് നമ്മൾ കണക്ട് ചെയ്യുക. ഒരു 7 ഇഞ്ച് 8 ഇഞ്ച് ഡയഗണലൊക്കെ ഉള്ള ഒരു റിമോട്ട് കൺട്രോളാണ് ഡിസ്പ്ലേ ഉള്ളത്. അത് ആ സോക്കറ്റിൽ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത ശേഷം അത് ഓൺ ചെയ്ത് പൊസിഷൻ സെറ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് അതിൻ്റെ സൈഡിലുള്ള ആംറസ്റ്റൊക്കെ ഫിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട്. എന്തായാലും നോക്കാം. ഓണായി. ലെറ്റ് us see. ആദ്യമായിട്ടാണ് മസാജ് ചെയർ അസംബിൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വളരെ ശ്രദ്ധിച്ച് വായിച്ചൊക്കെ വേണം ചെയ്യാനായിട്ട്. കാരണം എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ പണി പാളും.
ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഇപ്പോൾ അത് മേളിലോട്ട് പൊങ്ങാൻ തുടങ്ങി. നേരെ സ്ട്രൈറ്റ് പൊസിഷനിൽ കൊണ്ടുവരണം. സ്ട്രൈറ്റ് പൊസിഷനിൽ കൊണ്ടുവച്ചതിന് ശേഷം വേണം ഫിറ്റിങ്സിൻ്റെ പരിപാടി തുടങ്ങാൻ. അപ്പോൾ അത് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടത് ആ പൊസിഷനിൽ വന്നു. അത് കഴിയുമ്പോൾ അതിനെ ഓഫ് ചെയ്ത് വയ്ക്കുക. പിന്നെ പ്ലഗെല്ലാം അവിടെ സ്വിച്ച് ഓഫ് ചെയ്ത് ഊരുക. പ്ലഗ് സർജ് പ്രൊട്ടക്ടറുള്ള ഗ്രൗണ്ട് പ്രൊട്ടക്ടറൊക്കെ ഉള്ള ഇതിനകത്ത് തന്നെ സോക്കറ്റിൽ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം അത് ഊരി വയ്ക്കുകയും വേണം. ഇതിൻ്റെ ഈ പോപ്പപ്പ് ക്ലിപ്സിൽ ഈ ക്ലിപ്സ് നമ്മൾ ആ സോക്കറ്റിലോട്ട് പുഷ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. സൈഡ് കവേഴ്സ് സ്റ്റാൻഡേർഡ് മെയ്ഡാണ്. അതൊരു പ്രീമിയം ബ്രാൻഡാണ്. ഇതുകൊണ്ട് തന്നെ അതിനെല്ലാം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസാണ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഫിനിഷിങ്ങും ഒക്കെയുള്ള പ്രോഡക്റ്റാണ്. ചെറുതായിട്ട് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ എൻ്റെ കവറിൻ്റെ ഒരു ഭാഗം ഒരല്പം പശ പോയിരുന്ന കാരണം ഞാനൊരു സ്റ്റിക്കർ വെച്ചിട്ടുള്ളതാണ്. വൈറ്റ് കളറിനകത്ത് കാണുന്നത്. ഇതിൻ്റെ കേബിള് ആംബ്രസ്റ്റിലേക്കുള്ള കേബിൾസിൻ്റെ കണക്ഷൻ പുറത്തിടണം. അതുപോലെ ഒരു ട്യൂബുണ്ട്. അത് രണ്ടും സ്ലോട്ടിലൂടെ പുറത്തിട്ടുകൊണ്ട് വേണം നമ്മൾ അത് പുഷ് ചെയ്യാനായിട്ട്. ലൊക്കേഷൻസ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് ഒരല്പം പ്രഷർ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അത് ലോക്ക് ആവുന്നുണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മൾട്ടിപ്പിൾ ഏരിയാസിൽ അത് ലോക്ക് ചെയ്യാറുണ്ട്. റൈറ്റ് സൈഡ് പിടിപ്പിച്ചു. അടുത്തത് ലെഫ്റ്റ് സൈഡാണ്. ലെഫ്റ്റ് സൈഡും അതേ മെത്തേഡിലൂടെ തന്നെ. ഇവിടെ നമുക്ക് കേബിൾസ് ഒന്നും പുറത്തേക്ക് ഇടാനില്ല. കേബിൾസ് റൈറ്റ് സൈഡിൽ നിന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ എല്ലാ പോയിൻറ്റ്സും കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതവിടെ പ്രഷർ കൊടുത്തിട്ട് ഉറപ്പിക്കേണ്ട ഒരു ജോലി മാത്രമേ നമുക്കുള്ളൂ. അങ്ങനെ അതിൻ്റെ ലെഫ്റ്റ് സൈഡും ഏരിയ കണ്ടെത്തി നമ്മൾ അതിനെ കണക്ട് ചെയ്യുകയാണ്. അത് ഏകദേശം ഫിറ്റായി. ഇനി നമുക്ക് വെക്കേണ്ടത് ആംറസ്റ്റ് പിടിപ്പിക്കണം. ആംറസ്റ്റ് പിടിപ്പിക്കാനായിട്ട് ഉള്ള അടുത്ത പരിപാടിയാണ് കേബിൾസ് കറക്റ്റ് ചെയ്യാം. കേബിൾസ് കറക്റ്റ് ചെയ്തു. ഇനി ആംറസ്റ്റ് വയ്ക്കണം. ആംറസ്റ്റിൻ്റെ പോയിൻറ്റ്സ് നമുക്ക് നോക്കിയെടുക്കണം. ഓരോ സ്റ്റെപ്പിലും ഞാനിങ്ങനെ വായിച്ച് എല്ലാം നോക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ 2-3 തവണ വായിക്കണം. പ്രത്യേകിച്ച് ചൈനക്കാരുടെ ഇംഗ്ലീഷ് ആകുമ്പോൾ നമുക്ക് തരുന്ന ഡയറക്ഷൻസിൽ ചിലപ്പോൾ നമ്മൾ 2 പ്രാവശ്യം വായിച്ചാലൊക്കെ മനസ്സിലാവുള്ളൂ. രണ്ട് സൈഡിലുള്ള 2 സ്ക്രൂ ഉണ്ട്. 6 ഇഞ്ചിൻ്റെ 6 mm എന്നിട്ട് 6 mm ആ സ്ക്രൂ ഊരിയെടുത്ത് പ്രത്യേകം മാറ്റി വയ്ക്കണം. അത് റൈറ്റ് സൈഡിൽ ഊരിയപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയിട്ട് അവിടെ ഒരു ബോക്സ് പോലെ ഉണ്ട്. അകത്തേക്ക് പോയിട്ട് വേണ്ടി ഞാൻ പിന്നെ മാഗ്നറ്റൊക്കെ ഉപയോഗിച്ചാണ് അതിൽ നിന്ന് താഴത്തുനിന്ന് എടുത്തുകൊണ്ട് വന്നത്. ഇത് റൈറ്റ് സൈഡിലെ ആംറസ്റ്റാണ്. ഇത്തിരി ഹെവിയാണ്. ഇതൊരു ട്രിക്കിയാണ്. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 2 കേബിളും ഒരു ട്യൂബും പിടിപ്പിക്കാനുണ്ട്. അത് നമ്മൾ പിടിപ്പിച്ചിട്ട് അപ്പോൾ ആ ട്യൂബ് പിടിപ്പിച്ചു. ഇപ്പുറത്ത് 2 കേബിൾ പിടിപ്പിക്കണം. പിന്നെ ഇപ്പുറത്തും ഒരു ട്യൂബ് നമ്മൾ അതിൻ്റെ സോക്കറ്റിലോട്ട് പിടിപ്പിക്കുന്നത്. എല്ലാം കൂടി ലിഫ്റ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് വേണം നമ്മളത് കണക്ട് ചെയ്യാനായിട്ട്. അത് അങ്ങനെ ഈ ഭാഗം മാത്രം ഒരല്പം കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. മീൻസ് ഇതുപോലെ ഇത്രയും ഹൈറ്റിൽ നിൽക്കുമ്പോൾ 2 കൈ നമുക്ക് ഫ്രീ ആകണം. അതാണ് ഒരു പ്രശ്നം. ഒന്നെങ്കിൽ താഴെ സപ്പോർട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് വളരെ ഭംഗിയായിട്ട് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തു. പിന്നെ ഞാൻ സിമിയുടെ ഹെൽപ്പ് വാങ്ങിച്ചിട്ടാണ് അതൊന്ന് കൃത്യമായിട്ടൊന്ന് പിടിച്ചിട്ട് അത് സോക്കറ്റ് കണക്ട് ചെയ്തെടുത്ത്. കാരണം നമ്മൾ പുഷ് ചെയ്യുമ്പോൾ 2 കൈയുടെ ആവശ്യമുണ്ട്. അതുപോലെ ഇത്തിരി സ്പേസ് കുറവുണ്ട് കണക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇവിടെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. മുകളിലത്തെ സോക്കറ്റിനകത്ത് ഇട്ടു. താഴെ ഒരു റോളറിൻ്റെ ഒരു കണക്ഷൻ ഉണ്ട്. അത് 2ഉം ചെയ്തിട്ട് പുറകിൽ ചെയ്തിട്ട് വേണം ഫ്രണ്ടിലേക്ക് വന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് സ്ക്രൂ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ റൈറ്റ് സൈഡ് വിത്ത് ആംബ്രസ്റ്റ്. ഇത് മാനുവൽ കൺട്രോൾസാണ് റൈറ്റ് സൈഡിലുള്ള സ്വിച്ചിലെല്ലാം ഉള്ളത്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ വെക്കുന്നതാണ് നമ്മുടെ റിമോട്ട് കൺട്രോൾ. ഏതൊരു വേണമെങ്കിലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഞാൻ സിമിയുടെ സഹായം ആവശ്യപ്പെടുകയാണ്. കാരണം വന്ന് നിന്നൊന്ന് സഹായിച്ചിട്ട് വേണം അത് കറക്റ്റ് ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ അത്
ഇനി നമുക്ക് എൻ്റെ സ്ക്രൂ ആ ബോക്സിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അത് എടുത്തിട്ട് വേണം എനിക്കിനി അത് സെറ്റ് ചെയ്യാൻ വേണ്ടി. അതിൻ്റെ ഒരു സ്ട്രഗിൾ അവിടെ ഉണ്ട്. എന്തായാലും ഞാനിത് അവിടെ അത് കറക്റ്റ് ചെയ്തു. ഇനി ആ സ്ക്രൂ ടൈറ്റ് ചെയ്യണം. അകത്തുനിന്ന് ഫ്ലാപ്പായിട്ട് കിടക്കുന്ന ഓരോ കവറുണ്ട്. ആ കവറെല്ലാം നമ്മൾ കറക്റ്റ് പൊസിഷനിൽ ഇട്ടുകൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പാർഷ്യൽ ഏകദേശം പകുതി പണി കഴിഞ്ഞിട്ടുണ്ട്. പകുതി പണി കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, 30% പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ആംറസ്റ്റ് കൂടി നമുക്ക് പിടിപ്പിക്കണം. ഇവിടെ കുറേ കൂടെ ഈസിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3 ട്യൂബുകളുണ്ട് സൈഡിൽ. അത് എയർ പ്രഷർ കടത്തിവിടാനുള്ള 3 ട്യൂബുകളുണ്ട്, വൈറ്റ്, ഗ്രീന് ആൻഡ് ബ്ലാക്ക്. അതുകൂടാതെ ഒരു സോക്കറ്റേ ഉള്ളൂ ഈ സൈഡിൽ, ഇലക്ട്രിക്കൽ സോക്കറ്റ്. അപ്പോൾ അതുകൊണ്ട് കുറേ കൂടി റൈറ്റ് സൈഡിനേക്കാളും കുറേ കൂടി ഈസിയാണ് ലെഫ്റ്റ് സൈഡ്. ഓൾറെഡി നമ്മൾ ഇവിടുത്തെ റിമോട്ട് കൺട്രോളിൻ്റെ കണക്ഷൻ കൊടുത്തു വെച്ചിട്ടുണ്ട് ഡിസ്പ്ലേയിലേക്ക്. 3 ട്യൂബ് നമ്മൾ കയറ്റി വയ്ക്കണം. കറക്റ്റ് കളറിൽ വേണം കയറ്റി വയ്ക്കാനായിട്ട്. അങ്ങനെ ആ കളറിൽ കയറ്റി വെച്ചിട്ട് നമ്മൾ ആ സ്ലോട്ടിൽ കറക്റ്റായിട്ട് ഇട്ടുകൊണ്ട് നമ്മൾ ആ 6mm സ്ക്രൂ ഫ്രണ്ടിൽ ലോക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അസംബ്ലിങ് ആ ഭാഗം കഴിഞ്ഞു എന്ന് പറയാം. ഇവിടെ വെയിറ്റ് ഉണ്ടെങ്കിലും റൈറ്റ് സൈഡിൽ അത്രയും കോംപ്ലിക്കേഷൻ ഇല്ല, ആളുടെ സഹായം ആവശ്യമില്ലായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ കണക്ഷൻസ് കൂടുതലായതുകൊണ്ടും കേബിൾ ഷോർട്ടായതുകൊണ്ടാണ് റൈറ്റ് സൈഡിൽ നമുക്ക് ഒരാളുടെ കൂടെ സഹായം എടുക്കേണ്ടി വന്നത്. ഇവിടെ കുഴപ്പമില്ല, സോക്കറ്റിലേക്ക് വീണു. നമുക്ക് സ്ക്രൂ പിടിപ്പിച്ചാൽ മതി. സ്വാഭാവികമായി ഉണ്ടാകുന്ന ഇതും ചൈനീസ് പ്രൊഡക്റ്റ് തന്നെയാണ്. പക്ഷേ ഇത് ക്വാളിറ്റിയാണ്. നമ്മളിപ്പോൾ ഇന്ത്യയിലാണെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ക്വാളിറ്റി പ്രൊഡക്ട്സും കിട്ടും, ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്ട്സും കിട്ടുമല്ലോ. അപ്പോൾ അത് നമ്മൾ അമേരിക്കൻസ് പറയും നിങ്ങൾ എന്താണ് പേ ചെയ്യുന്നത് അതിനുള്ള മൂല്യമുള്ളത് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എന്ന് പറയും. അപ്പോൾ അതുപോലെ ചൈനയുടെ നല്ല പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് നല്ല വിലയും കൊടുക്കേണ്ടി വന്നു. പക്ഷേ ക്വാളിറ്റിയുള്ള എല്ലാ ഐറ്റംസും നല്ല ക്വാളിറ്റിയുള്ളതാണ്. ഇതിൻ്റെ കവറിങ് അപ്പോൾസ്ട്രി വർക്ക് ലെതറല്ല എന്നൊരു പ്രശ്നമുണ്ട്. ലെതറിൻ്റെ ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞ ലെതറിൻ്റെ അവൈലബിൾ അല്ല എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇത് ഫോക്സ് ലെതറാണ്. അതിൽ ഒരു വാറൻറ്റി പറയുന്നുണ്ട് 5 വർഷത്തെ. നമുക്ക് അത് മുമ്പോട്ട് പോകുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എത്ര കാലം അതിൻ്റെ ലെതർ കവർ നിൽക്കുമെന്ന്. പക്ഷേ എല്ലാ പാർട്സും നമുക്ക് അവൈലബിൾ ആണ്, പാർട്ടായിട്ട് നമുക്ക് വാങ്ങാം. അപ്പോൾ അത് മാറി പോയാൽ നമുക്ക് മാറി വയ്ക്കാം. ഈ പ്രോഡക്റ്റ് ഈ ഹൈപോയിൻ്റ് എന്ന് പറയുന്ന ഈ ഒസാക്കിയുടെ ഈ ഒരു മോഡല് നല്ല വാറൻറ്റിയുള്ളൊരു സാധനമാണ് എന്നുള്ളതാണ് അവരുടെ റിവ്യൂസും റിപ്പോർട്ട്സും ഒക്കെ പറയുന്നത്. ഇനി നമുക്ക് പിടിപ്പിക്കേണ്ടത് ലെഗ് എക്സർസൈസിനുള്ള മോഡ്യൂളാണ്. അതിന് മുകളിലെ ഈ ക്ലാമ്പ് നമ്മൾ ലൂസ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രൂ എടുത്തുകൊണ്ട് അതിനെ ഫ്ലിപ്പ് ചെയ്യണം. 2 ക്ലാമ്പുണ്ട് ഇവിടെ. ചന്ദ്രക്കല പോലുള്ളൊരു വെട്ടിലേക്ക് നമ്മൾ 2 സ്പിൻഡിൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് വയ്ക്കണം. ഇത് ഇത്തിരി ഹെവിയാണ് ഈ സാധനം. അപ്പോൾ ആരുടെയും സഹായമില്ലാതെ ഫിറ്റ് ചെയ്യാനായിട്ട് ഞാൻ നോക്കുകയാണ്. കാരണം ഓക്കെ, ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്ന് പറയുന്നത് കറക്റ്റാണ്. ഓരോ സാധനം ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഐഡിയയിലൂടെ വേണം ചെയ്യാൻ. ആദ്യം അതെങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, നമ്മളുടേതായ ഒരു ഐഡിയ എടുത്താലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ കേബിളിൻ്റെ എൻഡും നല്ല ഫോം വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഭദ്രമാക്കിയിട്ടാണ് അവർ അയച്ചിരിക്കുന്നത്. അതിന് സ്ലോട്ട്സ് ഉണ്ട്, അതിൻ്റെ ലോക്ക് അനുസരിച്ച് ആ സ്ലോട്ടിലും കീയിലും കൂടെ കയറ്റി കഴിഞ്ഞാൽ എല്ലാവർക്കും ഈസിയായിട്ട് അസംബിൾ ചെയ്യാൻ പറ്റും. അതുപോലെ ചെയറിൻ്റെ ഒരു എൻഡിൽ റോളറുണ്ട്, ബാക്ക് എൻഡിൽ. അപ്പോൾ ഫ്രണ്ട് എൻഡ് പൊക്കി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് റോൾ ചെയ്ത് അങ്ങോട്ട് വേണമെങ്കിലും നീക്കാം.
ലെഗ് റെസ്റ്റിലും റോളറുണ്ട്. ലെഗ് റെസ്റ്റ് പക്ഷേ ഇത്തിരി ഹെവിയാണ്, കൂടുതലും മെറ്റൽ പാർട്ടാണ് അതിനകത്തുള്ളത്. കാരണം അതിന് സ്ട്രെച്ചിങ് എക്സസൈസിന് ഒത്തിരി മൂവ്മെൻ്റ് ഉള്ളതുകൊണ്ട് അതിന് അയൺ ആണ് അതിൻ്റെ മുഖ്യ ഘടകം പാർട്സിലുള്ളത്. ഒരു കേബിളും ഒരു ട്യൂബും ഉണ്ട് ബോട്ടത്തിൽ. കേബിൾ ഇലക്ട്രിക്കൽ ഫങ്ഷൻസിനും ട്യൂബ് എയർ ഫങ്ഷൻസിനും വേണ്ടിയിട്ടാണ്. എയർ കടത്തി വിട്ടിട്ടാണ് നമ്മൾ പ്രസ് ചെയ്യുന്നത്. മോട്ടറിനും എല്ലാ പാർട്സിനും 3 ഇയർ ഫുൾ ഗ്യാരൻറ്റി, പാർട്സ് ആൻഡ് ലേബർ. പിന്നെ 3 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാർട്സ് നമ്മൾ വേണം, ലേബർ വാറൻറ്റിയാണ് പിന്നീടുള്ളത്. അങ്ങനെ ടോട്ടൽ 5 ഇയേഴ്സ്. ഈസി ആയിട്ട് അതിനകത്തേക്ക് ഹുക്ക് ചെയ്തു. ഇനി അതിൻ്റെ സ്ക്രൂ ഇട്ട് കഴിഞ്ഞാൽ എല്ലാം അലൻ കീ ആണ്. 6mm 5mm അലൻ കീ മതി. കൂടുതലും 5mm ആണ് അലൻ കീ. സ്ക്രൂസ് 2 സ്ക്രൂ ആണ് ഇവിടെയുള്ളത്. 2 ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭദ്രം. ഏകദേശം എനിക്കിത് അസംബിൾ ചെയ്യാനായിട്ട് 2 മണിക്കൂർ എടുത്തു. അൺബോക്സ് ചെയ്ത് അസംബിൾ ചെയ്യാൻ 2-2.5 മണിക്കൂർ എന്ന് പറയാം. എല്ലാം കഴിഞ്ഞ് ക്ലീനിങ് ചെയ്തിട്ടില്ല. അൺബോക്സ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടോട്ടൽ 2.5 മണിക്കൂർ എനിക്ക് സമയമെടുത്തു. പിന്നെ നമുക്കതിൻ്റെ റിമോട്ട് ഫിറ്റ് ചെയ്യാം. മാഗ്നറ്റിക് ഹോൾഡിംഗ് ആണ്, അപ്പോൾ അതിൻ്റെ റിമോട്ട് ഫിറ്റ് ചെയ്യാം. ഇനി അതിൻ്റെ കവറെല്ലാം കറങ്ങിയത് ആ സ്ഥാനത്തിട്ടിട്ട് നമുക്ക് അതിൻ്റെ സിപ്പുണ്ട് എല്ലാ സൈഡിലും, 2 സൈഡിലും സിപ്പുണ്ട്, അത് വലിച്ചിടണം. പിന്നെ ബോട്ടത്തിൽ 2 സിപ്പുണ്ട്. ഒന്ന് ഫുഡ് റെസ്റ്റിൻ്റെ മെക്കാനിക്കൽ പാർട്സിനെ കവർ ചെയ്തിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ബൾജ് ചെയ്ത് നിൽക്കുന്ന ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ. പിന്നെ അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഇതിൻ്റെ ഈ ലെതറിൻ്റെ ഫ്ലാപ്പ് വലിച്ചിട്ടിട്ട് സിപ്പ് ചെയ്യണം. അങ്ങനെ 2 സിപ്പുണ്ട്. അതിന് കൂടെ മെയിനായിട്ടുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്ക് റെസ്റ്റിൽ 2 സൈഡിലത്തും ട്യൂബുണ്ട്. ആ 2 സൈഡിലെയും ഓരോ ട്യൂബുകളും പിന്നെ ഒരു ഇലക്ട്രിക്കൽ കണക്ഷൻ നമ്മൾ കൊടുക്കണം. ലെഫ്റ്റ് സൈഡിലെ ട്യൂബും ലെഫ്റ്റ് സൈഡിലെ ഇലക്ട്രിക്കൽ കണക്ഷനും ഞാൻ കൊടുക്കുവാണ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഇത് കൊടുത്തതിന് ശേഷം ഇത് ഇച്ചിരി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയൊരു സ്ഥലം എന്ന് വെച്ചാൽ ഇതിന് 2 കൈ പോരാ, 3 കൈ വേണം. ഒരാൾ ആരെങ്കിലും പുറകിൽ നിന്ന് പിടിക്കാൻ വേണം. അങ്ങനെ പിടിച്ച് സപ്പോർട്ട് വന്നാലേ നമുക്ക് 2 കൈ കൊണ്ടും മുൻവശത്ത് വന്നിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിൽ ഞാനത് ഒറ്റയ്ക്ക് ചെയ്യുകയാണ്. അതിൻ്റേതായ കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു. കാരണം നമ്മൾ പുഷ് ചെയ്യുമ്പോഴത്തേക്ക് ആ ട്യൂബ് ഒരു സൈഡിലോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി കഷ്ടപ്പെട്ടു അതിനകത്തേക്ക് ഇടാനായിട്ട്. ഇനി റൈറ്റ് സൈഡിലും അതുപോലെ ട്യൂബ് ഇടണം. താഴത്തെ ഫ്ലാപ്പ് മടക്കി വയ്ക്കാനൊരു പ്രത്യേക ടെക്നിക്കൽ ഒരു ഇതിലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം എനിക്ക് മിസ്സായി, പിന്നെ രണ്ടാമത് പിന്നെ വീണ്ടും എടുത്തിട്ടാണ് ചെയ്തത്. ഇപ്പോൾ റൈറ്റ് സൈഡിലെ ട്യൂബും കൂടി നമുക്ക് കൃത്യമായിട്ടത് നോക്കണം. ഒരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വേറെ ആംഗിളിലൊക്കെ നമുക്ക് എടുക്കാമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് ഞാനൊരു ഫിക്സഡ് ആംഗിളിലാണ് ഇത് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എക്സസ് ഡീറ്റെയിൽസ് അവൈലബിൾ അല്ലെങ്കിലും നിങ്ങൾക്ക് ഏകദേശം പറയുന്നതുകൊണ്ട് എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ്, എങ്ങനെയാണ് അസംബിൾ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതിൻ്റെ മെറ്റലിൻ്റെ പുറത്ത് ആ ഒരു ബൾജ് ചെയ്ത് നിൽക്കുന്ന പാഡ് കൃത്യമായിട്ട് വെക്കാനായിട്ട് അല്പം സൂക്ഷ്മമായിട്ടത് ചെയ്യണം. കാരണം ആ ഒരു മെറ്റൽ പാർട്ടിൽ അത് കൃത്യമായിട്ട് ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ മേലോട്ട് താഴത്തോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ലെതറിനെ അത് ദോഷം ചെയ്യും. ഈ സൈഡിലെ ട്യൂബ് പിടിപ്പിക്കാം. അതിനകത്തേക്ക് കയറി സ്റ്റക്കായിട്ടിരുന്നതാണ് ഊരിയെടുക്കാനായിട്ട് ഇത്തിരി പാട് കിട്ടും. അത് ഫ്രീ ആയിട്ട് ഓപ്പണായിട്ട് ഒരു ഇട്ടിട്ടില്ലായിരുന്നു. ഇതും പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് സത്യത്തിൽ 3 കരങ്ങളുടെ ആവശ്യമുണ്ട്. ഞാൻ എൻ്റെ 2 കൈ മാത്രം ഉപയോഗിച്ചിട്ട് ഞാനത് ഒരു വിധത്തിൽ പ്രസ് ചെയ്തിടുകയാണ്. കാരണം പുറകിൽ നിന്ന് ഒരാൾ കറക്റ്റായിട്ട് ഫ്ലിപ്പ് ചെയ്ത് സപ്പോർട്ട് പിടിക്കാമെങ്കിൽ നമുക്ക് 2 കൈ കൊണ്ട് ഈസി ആയിട്ട് അത് ഇടാൻ പറ്റും എപ്പോഴും. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ ഒരാളിൻ്റെ കൂടെ സഹായം നമ്മളെ ഫുൾ ടൈം ആവശ്യപ്പെടണം. ഉണ്ടെങ്കിലേ നമുക്ക് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അത് ടെക്നീഷ്യൻസിനെ ഏൽപ്പിക്കുന്നതാണ് നല്ലത്. എപ്പോഴും അവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ നമുക്ക് തലവേദനയൊന്നുമില്ല. അവർ വന്ന് പാട്ടും പാടി ഇത് ചെയ്തിട്ട് പോകും. പിന്നെ നമ്മളിത് പഠിച്ചിട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി ടെക്നിക്കൽ നോളജും കൂടി നമുക്ക് വേണം.
പിന്നെ എന്നെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ സ്വയം ചെയ്യുന്നത് കൊണ്ട് എനിക്കതൊരു ഹോബി ആയതുകൊണ്ടുമാണ് ഞാൻ തനിയെ അസംബിൾ ചെയ്യുന്നത്. നമ്മൾ തന്നെ ഇതൊക്കെ അസംബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്കതിൻ്റേതായ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. അപ്പോൾ അത് എപ്പോഴും ആഗ്രഹിക്കുന്നതുകൊണ്ട് ഞാൻ തന്നെ ആയിരിക്കും എല്ലാ പ്രോഡക്റ്റ്സും അസംബിൾ ചെയ്യുക. എന്തായാലും ഇനിയൊന്ന് എല്ലാം അസംബ്ലിങ് എല്ലാം കഴിഞ്ഞു. ഇനി ഇതിനൊന്ന് ടെസ്റ്റിങ് ചെയ്ത് നോക്കാം. ഞാൻ പുറകിലെ കേബിളെല്ലാം കണക്ട് ചെയ്ത് വീണ്ടും ഓൺ ചെയ്തു. ഇനി ഇതിൻ്റെ ടെസ്റ്റിംഗ് ഒന്ന് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഈ സംഭവം. ഞാൻ ഇതുവരെ ഇതിൽ ഇരുന്നിട്ടില്ല. വാങ്ങാൻ പോയപ്പോഴത്തേക്കും മോളായിരുന്നു അതിനകത്ത് ഇരുന്ന് ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞാനിപ്പോഴാണ് അതിലിരുന്നൊന്ന് ടെസ്റ്റ് ചെയ്യുന്നത്. അത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വാച്ച്, ആഭരണങ്ങൾ, ഷാർപ്പ് ഒബ്ജക്ട്സ് എല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ മസാജിങ്ങിൽ ഇരിക്കാനെന്ന് പ്രത്യേക ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ അത് മസാജ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ ലെതർ മെറ്റീരിയൽസിന് ഡാമേജ് വരും. വളരെയേറെ ഫങ്ഷൻസ് ഉണ്ട്. നമ്മുടെ നടുവ്, നട്ടെല്ല്, നമ്മുടെ കാലുകൾ, ഷോൾഡർ ബ്ലേഡ്സ്, അപ്പർ ഷോൾഡർ, ഇങ്ങനെ എല്ലാ ഭാഗത്തും നന്നായിട്ട് നമ്മളെ കുത്തി വളച്ച് ഇടിച്ച് പിന്നെ ഷെയ്ക്ക് ചെയ്ത് ഒക്കെ എല്ലാ ഭാഗങ്ങളിലും ചെയ്യും. അതായത് നമ്മുടെ നട്ടലിൻ്റെ അവിടെയുള്ള ജോയിൻറ്റ്സ് അതെല്ലാം നല്ല കൃത്യമായിട്ട് ചെയ്യും. സീറ്റിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് നല്ലപോലെ മസാജ് ചെയ്യും. പക്ഷേ ഈ നട്ടലിന് ചെയ്യുമ്പോഴത്തേക്ക് അല്പം ഹാർഡായിട്ട് നമുക്ക് ആദ്യം തോന്നും. കാരണം 2-3 ഇടിയൊക്കെ ഇടിച്ച് ഒന്ന് ഷെയ്ക്ക് ചെയ്ത്, ഇപ്പം നമ്മൾ 2 വിരൽ നട്ടലിൻ്റെ സൈഡിൽ പിടിച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ചെയ്ത് എങ്ങനെയാണ് അതുപോലെ ഷെയ്ക്ക് ചെയ്യും. അതുപോലെ തന്നെ 2 വിരൽ കൊണ്ട് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വരും, അങ്ങനെ വന്നിട്ട് ഷോൾഡർ ബ്ലേഡിൻ്റെ അവിടെ ഇടിക്കും, നട്ടലിന് നടുഭാഗത്ത് ഇടിക്കും. അങ്ങനെ ഓരോ ഭാഗവും ഇടിച്ചിടിച്ച് ആണ് മസാജ് ചെയ്ത് കൊണ്ടുവരുന്നത്. കാലിനെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യും. നമ്മുടെ കാലിനെ പിടിച്ച് താഴത്തോട്ട് വലിക്കും, മേലോട്ട് ചുരുക്കും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് സ്ട്രെച്ച് ചെയ്ത് നല്ലതുപോലെ പ്രഷർ കൊടുത്ത് നല്ല റിലാക്സേഷൻ ആയിരുന്നു കാലിന്. സീറോ ഗ്രാവിറ്റി എന്ന് പറയുന്നത് നമ്മളിങ്ങനെ മലത്തിൽ കിടത്തി കഴിഞ്ഞിട്ട് സീറോ ഗ്രാവിറ്റിയിലുള്ള റിലാക്സിങ് മോഡൊക്കെ ഉണ്ട്. ആ റിലാക്സിങ് മോഡിൽ നമ്മളവിടെ നിന്ന് ഇങ്ങനെ ഉറങ്ങിപ്പോകും. അപ്പോൾ അത് വളരെയേറെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. സോ ഇൻവെസ്റ്റ് ചെയ്ത മണിക്ക് സത്യത്തിൽ നഷ്ടമില്ല. കാരണം അത്രയും 4D ആകുമ്പോൾ 3D എന്ന് പറയുന്ന മോഡലുണ്ട്, 4D ഉണ്ട്, ഫ്ലാറ്റ് മോഡലുണ്ട്, 2D മോഡലുണ്ട്, 3D മോഡലുണ്ട്, 4D മോഡലുണ്ട്. 4D മോഡലാകുമ്പോഴത്തേക്ക് അത്രയേറെ ഫങ്ഷൻസ്. ഇപ്പോൾ ഷോൾഡർ, അപ്പർ ഷോൾഡറൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 4D മോഡലിലാണ്. അതിനനുസരിച്ച് പ്രൈസ് കൂടും. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് $4,350 ഇതിപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഏകദേശം $7,000 പ്ലസ് ടാക്സ് ആണ്. അപ്പോൾ ഇത്രയും വില കുറച്ച് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറയുന്ന താങ്ക്സ് ഗിവിങ്ങിനോട് ചേർന്നിട്ട് ബ്ലാക്ക് ഫ്രൈഡേ ഉണ്ട്. ആ ബ്ലാക്ക് ഫ്രൈഡേയിൽ ഒത്തിരി സെയിൽ ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ ആ സെയിൽ ഓഫറിലാണ് ഇത്രയും വില കുറഞ്ഞ് കിട്ടിയിരിക്കുന്നത്. ഒറിജിനലി ഇത് ഇറങ്ങുമ്പോഴത്തേക്ക് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് $12,999 ആയിരുന്നു. പിന്നെ പുതിയ മോഡലുകൾ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പ്രൈസ് കുറച്ച് കുറഞ്ഞു വന്നു. ഇപ്പോൾ സെയിലിലായതുകൊണ്ട് ആണ് ഇപ്പോൾ $4,350 നമുക്കിത് കിട്ടിയത്. ഇപ്പോൾ തന്നെ അതിൻ്റെ മാർക്കറ്റ് വില കാണിക്കുന്നത് $7,000+ ആണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിന് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടം വരികയില്ല. അത് ദിവസം ഒരു 30 മിനിറ്റ് വെച്ചിട്ട് ആഴ്ചയിൽ 3 ദിവസം ഇടവിട്ട് കൃത്യസമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിന് അതിൻ്റേതായ വളരെയേറെ ഗുണമുണ്ടാകും. പിന്നെ മുതുകൊക്കെ മേളിലോട്ട് തള്ളി പിടിച്ചിട്ട് എണീട്ട് അങ്ങ് ഇളക്കുകയാണ് കേട്ടോ. വെരി വെരി റിലാക്സിങ്. സോ ട്രൈ ചെയ്യുക. അത് അതിൻ്റേതായ മൂല്യമുള്ള ഒന്നാണ്. നമുക്കൊരിക്കലും ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഒരിക്കലും നഷ്ടം വരികയില്ല. അങ്ങനെ വളരെ മനോഹരമായ ഒരു മസാജിങ് കഴിഞ്ഞു. ഐ ലവ് ഇറ്റ്, ഐ ലൈക്ക് ഇറ്റ്. നിങ്ങൾക്കും റെക്കമെൻഡ് ചെയ്യുന്നു. ഒസാക്കിയുടെ 4D മോഡൽസ്. അത്
അത് ഏതെങ്കിലും ഷോപ്പിൽ പോയി നിങ്ങളത് പരിശോധിച്ച് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം വേണം വാങ്ങിക്കാനായിട്ട്. കാരണം എപ്പോഴും ഇങ്ങനെയുള്ള ചെയറുകൾ നമ്മളൊന്ന് അവിടെ ഇരുന്ന് അത് ഏതൊക്കെ ടൈപ്പാണ് നോക്കിയെടുത്തിട്ട് ഷോപ്പിൽ ചെന്ന് തന്നെ വാങ്ങണം. അക്കാര്യം നിർബന്ധമാണ്. ഇതിൽ റിമോട്ടിലെ ഫങ്ഷൻസാണ് ചൈനീസ്, റിലാക്സിങ്, അങ്ങനെ ഓരോ ഫങ്ഷൻസ് അതിനകത്ത് കാണിക്കുന്നുണ്ട്. 12 ഓളം ഫങ്ഷൻസ് അതിനകത്തുണ്ട്. സബ്ഡിവിഷനൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് പഠിച്ചു വരണം. കാരണം ഓരോരോ സെറ്റിങ്സ് ഏതെല്ലാം ടൈപ്പിലാണെന്നുള്ളത് അതിനനുസരിച്ച് ഓരോരുത്തരുടെ ബോഡിക്ക് ആവശ്യമുള്ള അത് നമുക്ക് ചൂസ് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് ചെയ്യാൻ സാധിക്കും. സൈഡിലുള്ള മാനുവൽ കൺട്രോൾ ഏത് കൺട്രോൾ വേണമെന്നുള്ളത് ഡെമോ മസാജിൻ്റെ ടെസ്റ്റ് ചെയ്തു. മസാജ് ചെയർ നമ്മൾ കണക്ഷൻസ് എല്ലാം കൊടുത്തു. എല്ലാം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പ്രഷർ സെറ്റിങ് നമ്മളിതിനകത്ത് സെറ്റ് ചെയ്യണം. നല്ല പ്രഷറിലാണ് ആദ്യം ചെയ്തത്. പിന്നെ പ്രഷർ ടെസ്റ്റിങ് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ കംപ്ലീറ്റ് ബോഡി ഞെക്കിപ്പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. കാലൊക്കെ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെയർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അസംബ്ലിങ് ഒരല്പം ടെക്നിക്കലായിട്ട് നമ്മൾ ഇച്ചിരി അറിഞ്ഞിരിക്കണം. കാരണം അതിൻ്റെ ആ സ്ലോട്ട്സിൽ കറക്റ്റായിട്ട് അതിൻ്റെ സൈഡ് പാനൽസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതും പിന്നെ ആ എയർ പൈപ്പ് അത് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. പിന്നെ അല്പം ടഫായിട്ട് തോന്നിയത് ലെഗ് റെസ്റ്റാണ്. വെച്ച് വെയിറ്റ് ഉള്ളതാണ്. അത് എടുത്ത് അസംബിൾ ചെയ്യാനായിട്ട് ഒരല്പം ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും മൊത്തത്തിൽ ഒരു ആവറേജ് ഫിറ്റപ്പിന് ഒരല്പം നോളജ് വേണമെന്നേ ഉള്ളൂ. കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്തു. സോ ദ ഒസാക്കി മസാജ് ചെയർ ഈസ് വർക്കിംഗ് വെൽ. കൂൾ അസംബ്ലി, സ്പെൻഡ് ചെയ്ത മണി ലാഭം തന്നെയാണ്. കാരണം ഫങ്ഷൻസ് അതുപോലെയുണ്ട്, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മേടിക്കുമ്പോൾ അയാൾ പ്രത്യേകം പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. ഒരു ദിവസം 30 മിനിറ്റ്സിൽ കൂടുതൽ നമ്മൾ മസാജ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ കൃത്യമായിട്ട് എല്ലാ ദിവസവും ഒരു കൃത്യസമയത്ത് തന്നെ മസാജ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നമുക്ക് കൂടുതൽ സമയം ചെയ്ത് കഴിഞ്ഞാൽ അത് ബോഡിക്ക് ദോഷമേ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ മാക്സിമം 30 മിനിറ്റ്സ് ചെയ്യുന്നത് എത്ര മിനിറ്റ് ആണെങ്കിലും അത് കൃത്യമായിട്ട് ഡെയിലി ചെയ്യണം. അതേ സമയത്ത് തന്നെ ചെയ്യണം. മൾട്ടിപ്പിൾ ടൈംസ് ചെയ്യരുത്. ദിവസം ഏതെങ്കിലും ഒരു ഫിക്സഡ് ടൈമിൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് ഫങ്ഷൻസ് വെൽ. വെരി നൈസ് ചെയർ. ഐ റെക്കമെൻഡ് ഒസാക്കി. ഇറ്റ്സ് എ വെരി ഗുഡ് പ്രോഡക്റ്റ്. ഇതാണ് എൻ്റെ ഫൈനൽ വ്യൂ. 360 ഞാനൊന്ന് കാണിക്കാം. മൊബൈൽ ചാർജറിൻ്റെ ഏരിയയാണ് കാണുന്നത്. ചെറിയൊരു ബോക്സ്. ഇവിടെയാണ് അതിൻ്റെ സ്വിച്ച് ഉള്ളത്, മെയിൻ സ്വിച്ച് അവിടെ. സോ വീണ്ടും സന്ധിക്കും വരെ വണക്കം. ട്രൈ ദിസ്.